عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുനിരായ സ്റ്റേജിലും വേദിയിലും ഉപവിഷ്ടരായ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നേതാക്കളെ, സഹ വിദ്യാർത്ഥികളെ, ആലിക്കുട്ടി ഉസ്താദിനെ സംബന്ധിച്ചു ഞാൻ എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ തെറ്റില്ലാത്ത മലയാളം പ്രസംഗിക്കുന്ന വ്യക്തികളെ ശ്രദ്ധിക്കുമായിരുന്നു. വന്യരായ മർഹൂം KT മാനു ഉസ്താദ്, അപ്രകാരം തന്നെ വന്യരായ നമ്മുടെ ചേറൂർ ബഷീർ മുസ്ലിയാർ, അതേപോലെ വന്യരായ PMC മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഇങ്ങനെ ആ കൂട്ടത്തിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും കണ്ടിരുന്ന ആ മഹാമനീഷിയായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന അലിക്കുട്ടി ഉസ്താദ്. അലാ ഇന്ന ഖൽബി ലദൽ മുബ്തല, എനിക്ക് ആ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഹസീനും ഫമന്ദാ യുഅസ്സിൽ ഹസീന, ബന്ദിര് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു, ഒമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. ഒരു മനുഷ്യൻ പാരത്രികം മാത്രം ലക്ഷീകരിച്ചുകൊണ്ട് അവൻ്റെ സേവനങ്ങൾ, പ്രവർത്തനം എന്നല്ല, ഇബാദത്ത് എന്നല്ല, അവൻ്റെ സേവനം, അവൻ്റെ എല്ലാ ചലനങ്ങളും അതിൽപ്പെട്ടു. ആ പാരത്രിക ജീവിതത്തിന് വേണ്ടി അവൻ സഅയ് ചെയ്തു. പക്ഷേ നിബന്ധനയുണ്ട്, ഓഹോ മുഅ്മിൻ, മുഅ്മിനായിരിക്കണമെന്ന്. പല മുസ്ലിങ്ങളും റമദാൻ മാസം എടുക്കുന്നുണ്ടല്ലോ. അതിന് ഈ ഐഹിക ലോകത്ത് എന്തെങ്കിലും ലഭിച്ചേക്കാം, പാരത്രിക ലോകത്ത് ഈമാൻ ഇല്ലാതെ പ്രതിഫലം ലഭിക്കുന്നതല്ല. ഫഉലൈക കാന സഅയ്യുഹും മഷ്കൂറ. ഇങ്ങനെ സേവനം ചെയ്തൊരു വ്യക്തിത്വമാണെങ്കിൽ നന്ദിപൂർവം അവർ ചെയ്ത സേവനം സ്മരിക്കപ്പെടും. വന്യരായ മർഹൂം ബാഫഖി തങ്ങൾ, വന്യരായ കണ്യത്തുസ്താദ്, വന്യരായ ശംസുൽ ഉലമ, വന്യരായ പൂക്കോയ PMSA പൂക്കോയ തങ്ങൾ, വന്യരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അതേപോലെ വാണിയമ്പൽ മുസ്താഖ്, ഇങ്ങനെ നമ്മുടെ ആ കഴിഞ്ഞു പോയ ആ നേരം എവിടെയാണ് ഓർക്കാത്തത്? എന്താണ് ഇന്നലെ വന്യരായ ഉസ്താദിനെ ഒരു നോക്കൊന്ന് കാണുവാൻ ഞാനും വന്യരായ നമ്മുടെ പ്രസിഡന്റ് സാദിഖ് മോനും തൃശ്ശൂരിൽ ഒരു നിക്കാഹിലായിരുന്നു. കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു. ഞാൻ അവരുടെ മുമ്പിറങ്ങി. ഇങ്ങനെ ഇടപ്പാളിലെത്തിയപ്പോൾ വിവരം ലഭിച്ചു, വന്യരായ ഉസ്താദ് വിട പറഞ്ഞു എന്ന്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവർ ചെയ്ത സേവനങ്ങൾ മുഴുവനും അല്ലാഹു അവരുടെ ഖബറിൽ വിശാലതയും കൂട്ടുകാരനും ആക്കി കൊടുക്കട്ടെ. അല്ലാഹു പറയുന്നു, കുല്ലൻ നുമിദ്ദു ഹൗലാ. ഇങ്ങനെ സേവനം ചെയ്ത മനുഷ്യനാണെങ്കിൽ അവനിക്ക് എൻ്റെ മദദ് ഉണ്ടായിരിക്കും. എൻ്റെ മദദ്, അള്ളാഹുവിൻ്റെ മദദ് ഉണ്ടാകുമ്പോൾ അവൻ്റെ ചരാചരങ്ങളുടെ മദദും അറിയാതെയും അറിഞ്ഞും വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഈ പറയപ്പെട്ട വിഭാഗം പാരത്രികം ലക്ഷീകരിച്ചുകൊണ്ട്
ദീനിന് വേണ്ടി സേവനം ചെയ്തതായിരിക്കുന്ന അവരുടെ സേവനം അത് നന്ദിപൂർവ്വം സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും. വഹാഉലാഇ മിൻ അത്വാഇ റബ്ബിക്, മക്കളെ, അത് അല്ലാഹു നിങ്ങൾക്ക് തന്ന ഒരു വരദാനമാണ്. അല്ലാഹ് ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ ഭൂമി നക്ഷത്രത്തിൻ്റെ ചക്രം തിരിക്കാൻ തിരഞ്ഞെടുത്തത് മനുഷ്യകുലത്തെയാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, അങ്ങനെയാണ്. അലം തറൂ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിന. ഇവിടെ ഭരിക്കണമെങ്കിൽ ഇതെല്ലാം നമുക്ക് കീഴ്പ്പെടുത്തി കിട്ടും. അല്ലാഹ് നിങ്ങൾക്ക് ആകാശഭൂഗോളാദികളുള്ള സർവസ്വം കീഴ്പ്പെടുത്തി തന്നു. പക്ഷെ നാം നേടിയെടുത്ത് ഇത്രയേ ഉള്ളൂ എന്ന് മാത്രം ഇനി നേടാനിരിക്കുകയാണ്. AI ഒന്നും നമ്മുടെ മുമ്പിൽ ഒന്നുമല്ല. പരിശുദ്ധ ഖുർആനിലേക്ക് കടക്കുമ്പോൾ അലായിഹാൽ അല്ലാഹ് പറയുന്നു, വഹാഉലാഇ മിൻ അത്വാഇ റബ്ബിക്, ഈ വിഭവം അല്ലാഹു നിങ്ങൾക്ക് തന്ന വരദാനമാണ്. എന്നാൽ വമാ കാന അത്വാഉ റബ്ബിക മഹ്ദൂറ, അല്ലാഹ് നിങ്ങൾക്കായി നൽകിയത് ഒരാൾക്കും തടസ്സപ്പെടുത്താൻ സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. അതിനെതിരിൽ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നുവെങ്കിൽ, ഇത്തരം മഹത്തുക്കളെക്കുറിച്ച് മഹാന്മാരെക്കുറിച്ച് പറയുന്നുവെങ്കിൽ അത് അവൻ്റെ കഴിവുകേട് എന്നല്ലാതെ അള്ളാഹുവിൻ്റെ ഈ വരദാനത്തെ ഹദർ ചെയ്യാൻ, നിഷേധിക്കാൻ, തടസ്സപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. അവരെക്കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞത്, വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം, അവരോട് ഇതുവരെ ചേർന്നിട്ടില്ല അങ്ങനെയുള്ളതായിരിക്കുന്ന മനുഷ്യന്മാരോട്, വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത, മരിച്ചു നിങ്ങൾ മിണ്ടിപ്പോവരുത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ടവരെ കുറിച്ച് മരിച്ചു എന്ന് ഭാവിക്കാനും പാടില്ല. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ ജീവിച്ചിരിക്കുക. യുർസഖൂന ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹ്, അവിടെ എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക. ഇഅ്ത അല്ല, അതാ ബിഹി എന്ന് പറഞ്ഞാൽ ഉള്ള സ്ഥലത്ത് എവിടെയായാലും ശരി അവരെന്തുദ്ദേശിക്കുന്നു അല്ലാഹ് അവർക്ക് കൊടുക്കുന്നു. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം, ഇന്ന് വരെ അവരോട് ചേരാത്ത നമ്മോട് സന്തോഷ വാർത്ത അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ, അതാണ് മഹാന്മാരുമായി പൂർവികരുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയുമോ ഇല്ലയോ പരിശുദ്ധ ഖുർആന്റെ വ്യക്തമായ തെളിവാണത്. എന്താ അവർ പറയുന്നത്? അല്ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട, ഹമ്മ് നിങ്ങൾക്ക് വേണ്ട, ഭയം നിങ്ങൾക്ക് വേണ്ട. അങ്ങനെയുള്ള ആ മഹാന്മാരുടെ ആ വഴിയിലാണ് നമ്മുടെ ഉസ്താദും നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാം കാണിച്ചു തന്ന ആ വിനയത്തിൻ്റെ എന്തൊരു മാധുര്യമേറിയ വിനയമാണ്. ആ വിനയത്തിൻ്റെ പാതാവിലൂടെ ചലിച്ചു മുന്നേറാൻ നമുക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.